ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അജയന് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ജാനകി അനാമികയുടെ കൂടെ ഇങ്ങനെ നിന്നിട്ട് അങ്ങനെ കുറ്റം പറയുന്നത്. അതുകൊണ്ട് തന്നെ ദേഷ്യം വന്നിട്ട് അജയൻ പറയുന്നുണ്ട്, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ രീതിയിലുള്ള സംസാരം വേണ്ട എന്ന്. അതെന്താ നിനക്ക് മനസ്സിലാകാത്തതെന്ന് ചോദിക്കുമ്പോഴേക്കും അങ്ങനെയുള്ള സംസാരമൊക്കെ ഞാൻ നിർത്തിയതാണ്. പക്ഷേ അവരുടെ സൈഡിൽ നിന്ന് ഇതുപോലുള്ള പ്രവർത്തികൾ ഉണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞു പോകും. എൻ്റെ മരുമകളെ ആരും കുറ്റപ്പെടുത്തുന്നതും സങ്കടപ്പെടുത്തുന്നതും എനിക്കിഷ്ടമല്ല. അന്നേരം ഞാൻ പ്രതികരിക്കും എന്നിങ്ങനെ തന്നെ പറഞ്ഞിട്ട് മോളെ എന്നിങ്ങനെ പറഞ്ഞു കൂട്ടിക്കൊണ്ട് പോവുകയാണ് കേട്ടോ അനാമികയാണ്. അപ്പോൾ ജാനകി ഇതെല്ലാം കണ്ട് ഇത് എന്ത് ചെയ്യണമെന്ന് ഓർത്തിങ്ങനെ ആകെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ സങ്കടം വന്ന് നിൽപ്പുണ്ട് കേട്ടോ അജയൻ. പിന്നീട് നമ്മുടെ ദേവയാനിയാണ് കാണിക്കുന്നത്. ദേവയാനി ഇങ്ങനെ അടുക്കളയിൽ ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ജാനകിയും ചലച്ചയും വരുന്നത്. അപ്പോൾ ജാനകിയോട് ചലച്ച ഇങ്ങനെ പറയുന്നുണ്ട്, വിട്ടുകൊടുക്കരുത്, നല്ലത് പറഞ്ഞോണമെന്ന്. ഏതായാലും രണ്ടുപേരോട് ഇങ്ങനെ വരുന്നു. വന്നിട്ട് ദേവയാനി ഇങ്ങനെ ജാനകിയോട് ചോദിക്കുകയാണ്, എന്ത് പരിപാടി ഏട്ടത്തി കാണിച്ചത്? എനിക്കൊരു കപ്പ് ചായ കൊണ്ട് കൊടുക്കുമ്പോൾ ആ കൂടെ അനാമിക മോൾക്കും കൊടുക്കേണ്ടതല്ലേ? എന്നിട്ട് ഏട്ടത്തി എന്താ അങ്ങനെ ചെയ്യാതിരുന്നതെന്ന് ചോദിക്കുകയാണ്. നേരെ ദേവയാനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ദേവയാനി ചോദിക്കും, അതെന്താ അവൾക്ക് തന്നെ ഒരു ചായ ഇട്ട് കുടിക്കാനായിട്ട് കഴിയില്ലേ? അത് അവൾക്ക് തന്നെ അങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും ജാനകി പറയുകയാണ്, മോളിവിടെ വന്നിട്ട് ചായ പോലും ഇട്ടിട്ടില്ല എന്ന് ഏട്ടത്തിക്ക് അറിയത്തില്ലേ, പിന്നെന്താ അങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കും. നേരെ ദേവയാനി തിരിച്ചു ചോദിക്കും, നീ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ചില്ലിട്ട് വെക്കാനോ അല്ലല്ലോ? അവൾക്ക് അടുക്കളയിൽ കയറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിച്ചോന്ന് ഓർത്താൽ എന്താ സംഭവിക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും ചെയ്തു എന്ന് വെച്ച് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും മോൾക്ക് അതൊന്നും വശമില്ല എന്ന് പറയും. നേരത്തെ ദേവയാനി ചോദിക്കുന്നുണ്ട്, പിന്നെ നീ എന്തിനാ നിൻ്റെ മരുമകളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്? അവളെ ഇങ്ങനെ സപ്രപഞ്ചത്തെ കയറ്റിയിരുത്താനായിട്ടാണോ? ഏതായാലും എനിക്ക് അവൾക്ക് ചായ ഇട്ട് കൊടുക്കാനായിട്ട് തോന്നിയില്ല, ഇനി കൊടുക്കാൻ ഉദ്ദേശവും ഇല്ല എന്നിങ്ങനെ പറയും. നേരെ ചലച്ച് ചോദിക്കുകയാണ്, ഇതെന്താ ഇതൊന്നും ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ഇവിടെ പതിവ് എന്ന്. നേരെ ദേവനി പറയുന്നുണ്ട്, പതിവുകളൊക്കെ തെറ്റിക്കാനാണ് എൻ്റെ തീരുമാനം. അതുകൊണ്ട് ഞാൻ ഇനി എൻ്റെ കൈ കൊണ്ട് ഒരു സാധനം നിൻ്റെ മരുമകൾക്ക് ഉണ്ടാക്കി കൊടുക്കുമെന്ന് നീ കരുതണ്ട എന്നിങ്ങനെ പറയാണ്. അന്നേരം ജാനകി പറയുന്നുണ്ട്, ഏട്ടത്തിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് ചെയ്താൽ മതി, ഞാൻ ചെയ്തു കൊടുത്തോളാം എന്നിങ്ങനെ പറയാം. നേരം ദേവേനി പറയും, അങ്ങനെയാണെങ്കിൽ നീ അതങ്ങ് ചെയ്താൽ മതി, എൻ്റെ അടുത്ത് തർക്കിക്കാനായിട്ട് വരണ്ട എന്ന് പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട്, ഇതിനെല്ലാം കാരണം നയന ഒറ്റ ഒരുത്തിയാണ്, അവളാണ് ഏട്ടത്തിയുടെ ഇങ്ങനെ മനസ്സ് മാറ്റിയത് എന്ന് പറയുമ്പോഴേക്കും ദേവേനി പറയുന്നുണ്ട്, എൻ്റെ മരുമകളെ നീ കുറ്റം പറയണ്ട, അവളുടെ അത്രയും നന്മയുള്ളൊരു പെൺകുട്ടി ഈ ജനറേഷനിലില്ല എന്നിങ്ങനെ പറയുമ്പോഴേക്കും ജാനകി പറയുകയാണ്, അങ്ങനെ തന്നെയാണ് എൻ്റെ മരുമകളും. എൻ്റെ മരുമകളുടെ അത്രയും ഭാവവും സന്മനസ്സുള്ള ഒരു പെൺകുട്ടി ഈ ജനറേഷനിൽ കാണില്ല എന്ന് പറയുമ്പോഴേക്കും ഇങ്ങനെ പുച്ഛമാണ് കേട്ടോ. അപ്പുറത്ത് നിൽക്കുന്ന ചലച്ച ഇങ്ങനെ മുഖത്തിങ്ങനെ എങ്കിലും ജാനകിയുടെ കൂടി ഇങ്ങനെ എരിവ് കയറ്റി നിൽക്കുന്നുണ്ട്. അന്നേരം ദേവേനി പറയുന്നുണ്ട്, ആയിക്കോട്ടെ, ഇനി നിൻ്റെ കാര്യവും നിൻ്റെ മരുമകളുടെ കാര്യമൊക്കെ നീ അങ്ങ് നോക്കിയാൽ മതി, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും ഞാൻ ചെയ്തു കൊടുത്തോളാം എന്നിങ്ങനെ പറഞ്ഞ് ചായ ഇടാൻ വേണ്ടി ഇങ്ങനെ പാലൊക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ പോവുകയാണ് ജാനകി. അന്നേരം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചലച്ചയുടെ മനസ്സിൽ ഇങ്ങനെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ചലച്ച ഇങ്ങനെ മനസ്സിൽ ഓർക്കുക, ഈ പോക്ക് പോവുകയാണെങ്കിൽ അവരുടെ അടുക്കളയിൽ തന്നെ 2 പാചകം ഒക്കെ വരും. ഏതായാലും അത് നല്ലതാണ്, അങ്ങനെയെങ്കിലും ഭാഗം വെക്കുകയാണെങ്കിൽ വെക്കട്ടെ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ ഓർക്കുകയാണ് കേട്ടോ ചലച്ച. ഏതായാലും ഇതിനിടയ്ക്ക് ചലച്ച ചോദിക്കുന്നുണ്ട്, ഈ സ്നേഹമൊക്കെ ഏട്ടത്തിക്ക് അവളോട് തോന്നി തുടങ്ങിയത് ഏട്ടത്തിക്ക് അവൾ കരൾ തന്നുവെന്ന് അറിഞ്ഞതുകൊണ്ടല്ലേ? കരൾ തന്ന് സ്നേഹിക്കുന്ന ഒരു മരുമകൾ എന്ന് പറയുമ്പോൾ ദേവേനി പറയുന്നുണ്ട്, അതെ, എൻ്റെ മരുമകൾ തന്നെ എനിക്ക് കരൾ തന്നത്, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അവളുടെ അത്രയും മനസ്സിന് നന്മയുള്ള ഒരു പെൺകുട്ടി ഈ ജനറേഷനിൽ ഇല്ല എന്ന്. പിന്നെ എൻ്റെ മരുമകൾ ഈ വീട്ടിൽ യാതൊരു പ്രശ്നവും ഉണ്ടാക്കുന്നില്ല, അവൾ ഈ കുടുംബത്തെയും ഓഫീസിനെയും എല്ലാം നല്ല രീതിയിൽ നോക്കുന്നുമുണ്ട്. അത് ഇവിടുത്തെ അച്ഛനും അമ്മയ്ക്കും അതുപോലെ തന്നെ ആദർശനും ഒക്കെ അറിയാം. അതുകൊണ്ട് എൻ്റെ മരുമകളുടെ തലയിലേക്ക് കയറാനായിട്ട് നിങ്ങൾ ആരും വരണ്ട എന്ന് പറയുമ്പോഴേക്ക് ജാനകി പറയുന്നുണ്ട്, അതുപോലെ തന്നെ എൻ്റെ മരുമകളുടെ ആരും ഭരിക്കാനായിട്ടൊന്നും വരണ്ട, അവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നെ കാണിക്കുന്നതാണ് വേണുവിനെയാണ്. വേണു ഇങ്ങനെ അനാമിക ഇങ്ങനെ ഉപദേശിക്കുകയാണ് കേട്ടോ, നീ അവിടെ ഫൈറ്റ് ചെയ്ത് നിന്നോണം, നീ എങ്ങനെയെങ്കിലും കൂടെ നിർത്തിക്കോണം, അവർ കൂടെ ഇല്ലെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവുകയില്ല, ഇനിയിപ്പോൾ ദേവേനെ കൂടെ നിർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അവരുടെ മനസ്സ് ആ നയനയെ മാറ്റിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് വല്യമ്മയ്ക്ക് എന്നോട് ഇപ്പോൾ ഇത്രയും വെറുപ്പ് എന്ന് തോന്നാൻ കാരണമെന്ന് എനിക്കറിയത്തില്ല, എന്തോ പ്രശ്നമുണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോഴേക്ക് വേണു പറയുന്നുണ്ട്, വേറെ എന്ത് പ്രശ്നം, അവർക്ക് അവരുടെ മരുമകളെ കൂടുതൽ ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ അവൾ ദേവയാനിയുടെ മനസ്സിങ്ങനെ മാറ്റിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, അത് മാത്രമല്ല അച്ഛൻ ആ പ്രോപ്പർട്ടിയുടെ കാര്യം പറഞ്ഞത് അതിൽ നമ്മൾ കള്ളത്തരം കാണിച്ചു എന്ന് തോന്നുന്നത് അവർക്ക് വന്നിട്ടുണ്ട്, അവർക്ക് അത് മനസ്സിലായിട്ടുണ്ട്, അതൊരു പ്രശ്നം, പിന്നെ അവർ തന്ന സ്വർണ്ണം നമ്മൾ വിറ്റു, ഇതെല്ലാം പ്രശ്നങ്ങളാണ് എന്ന് പറയുമ്പോഴേക്കും വേണു ചോദിക്കുന്നുണ്ട്, മോളെ ഞാൻ ഇതെല്ലാം ചെയ്തത് നിനക്ക് വേണ്ടിയല്ലേ എന്ന്. അന്നേരം അനാമിക പറയും, അച്ഛൻ അതൊക്കെ ചെയ്തത് എനിക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ എന്തെങ്കിലും ഒരു കള്ളത്തരം ചെയ്യുമ്പോഴേക്കും ആ കള്ളത്തരം ഒരിക്കലും പിടിക്കപ്പെടാത്ത രീതിയിൽ പെർഫെക്റ്റായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പറയും. അന്നേരം വേണു പറയുന്നുണ്ട്, ഏതായാലും
നീ നല്ല രീതിയിൽ പിടിച്ചു നിന്നോണം. ആ നയനയും നവ്യയൊക്കെ അവിടെ നിന്നത് എങ്ങനെയാണെന്ന് നീ കണ്ടതല്ലേ, അതുപോലെ തന്നെ നീ ചെയ്തോണം. ഇനിയിപ്പോൾ അവിടെ 2 അടുപ്പായാലും കുഴപ്പമൊന്നുമില്ല, വീടിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അന്നേരം കാർന്നൂർ ഇങ്ങനെ തീരുമാനിക്കും ഭാഗം വെക്കാൻ. അയാളുടെ ഒരു സ്വഭാവം വെച്ച് അയാളിങ്ങനെ ഭാഗം വെക്കുമ്പോഴേക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കും മാത്രമല്ല മരുമക്കൾക്കും എന്തെങ്കിലും തരും. അതായത് എന്തെങ്കിലും സ്ഥലമൊക്കെ എഴുതുമ്പോൾ നിൻ്റെയും അനിയുടെയും പേരിൽ എഴുതും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പിടിവള്ളിയാണ്. പിന്നെ അവന് തന്നെയായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നീ നോക്കി സെറ്റാക്കി എടുത്തോണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സെറ്റാക്കുവാണ്. അന്നേരം അനാമിക പറയുന്നുണ്ട്, ആദ്യം ഞാൻ നോക്കിക്കോളാം. ഏതായാലും അനിയുടെ അമ്മ മാത്രമല്ല, അവിടെ അപ്പച്ചിയും അഭിയേട്ടനും അതുപോലെ തന്നെ നവിയും ഒക്കെ എൻ്റെ സൈഡിലോട്ട് പയ്യെ ഇങ്ങനെ വരുന്നുണ്ട്. നവിക്ക് വലിയ അടുപ്പമൊന്നുമില്ല, എങ്കിലും ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായതുകൊണ്ട് അവൾക്ക് എന്നോട് ഇത്തിരി ഇഷ്ടമുണ്ട് എന്നിങ്ങനെ പറയുക. അന്നേരം വേണു പറയുന്നുണ്ട്, അവളെ നീ കൂടെ നിർത്താനൊന്നും നോക്കണ്ട, നിൻ്റെ അമ്മായിയമ്മയെ അള്ളി പിടിച്ച് നീ നിന്നോണം, അതേ നമുക്ക് രക്ഷയുള്ളൂ എന്നും പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നയനയാണ്. നയന ഇങ്ങനെ ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അനാമിക അങ്ങോട്ട് ചെല്ലും. എന്നിട്ട് ചോദിക്കുകയാണ്, ഓണത്തിലെ ഡിസൈൻ വരയ്ക്കുമായിരിക്കും, ഇങ്ങനെ ഡിസൈൻ വരച്ചല്ലേ നീ ഈ വീട്ടിലെ പലരെയും കയ്യിലെടുത്തിരിക്കുന്നത്, അങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുത്തായിരിക്കും നീ വലിയമ്മയുടെ മനസ്സ് മാറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും അതങ്ങനെ തന്നെ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം പറയുന്നുണ്ട്, നിൻ്റെയൊക്കെ ഉപദേശമൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല, നന്നായിട്ട് അറിയാടി നിൻ്റെയൊക്കെ പരിപാടി, നീയൊക്കെ എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ, പിന്നെ നിന്നെയൊക്കെ എന്തിനാ ഇങ്ങനെ കുറ്റം പറയുന്നതെന്ന് ചോദിക്കുകയും എനിക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് നയന എഴുന്നേറ്റ് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതെ, എൻ്റെ ഭർത്താവ് എന്താ ചെയ്തതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്, അതുകൊണ്ട് നീ കൂടുതൽ ഇങ്ങോട്ട് സംസാരിക്കാൻ വരണ്ടെന്ന് പറയും. അപ്പോൾ ഇവരുടെ ഈ സംസാരം കേട്ടുകൊണ്ടാണ് കേട്ടോ അങ്ങോട്ടേക്ക് ദേവയാനി വരുന്നത്. നേരെ ദേവയാനിക്ക് ഇവിടെ എന്താ ഒരു സംസാരം എന്ന് ചോദിക്കും. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ നയനമോളുടെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യതയുണ്ടോ നിനക്ക് എന്നാൽ ചോദിക്കുകയാണ് കേട്ടോ. നേരെ അനാമിക്ക് തിരിച്ചും ചോദിക്കും, അതെന്താ അങ്ങനെ പറയുന്നേ, എൻ്റെ യോഗ്യതയ്ക്ക് എന്താ കുഴപ്പം, ഏതായാലും ഇവളും ഇവളുടെ ചേച്ചിയും ഒക്കെ എങ്ങനെയാണ് ഇങ്ങോട്ട് കയറി വന്നത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ഇവരുടെ കുടുംബക്കാരുടെ യോഗ്യതയെപ്പറ്റി എനിക്ക് നന്നായിട്ട് അറിയാമെന്നിങ്ങനെ അനാമിക പറയും. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, അവരെങ്ങനെ ഈ കുടുംബത്തിലേക്ക് കയറി വന്നാലും കുഴപ്പമൊന്നുമില്ല, ഇവിടെ വന്നതിന് ശേഷം വളരെ മാന്യമായിട്ട് തന്നെ അവരിങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്, അവരുടെ അച്ഛനും അമ്മയും ഏതായാലും നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പോലെ അത്രയും താരനായവരല്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ. ഇതൊക്കെ കേട്ടുകൊണ്ട് ജാനകിയും ജലജയൊക്കെ നേരത്തേക്ക് അങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ ജാനകി, അതെ, എൻ്റെ മരുമകളുടെ വീട്ടുകാരെ കൊച്ചാക്കി കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ഏട്ടത്തിക്ക്, ആ രീതിയിൽ ഒന്ന് സംസാരിക്കേണ്ട എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. നേരെ ദേവയാനി പറയുന്നുണ്ട്, ഇവളുടെ അച്ഛൻ്റെ തനിക്കുണം എന്താണെന്ന് നിനക്കറിയത്തില്ലല്ലോ, അതറിഞ്ഞിട്ട് അറിയുമ്പോഴേക്കും നീ ഒരുപാട് വില കൊടുക്കേണ്ടി വരും എന്നിങ്ങനെ പറയുവാണ്. അപ്പോൾ നേരത്തേക്കും ജാനകി പറയുന്നുണ്ട്, എൻ്റെ മരുമകളുടെ വീട്ടുകാരെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം, അത് അറിയാൻ വേണ്ടി എനിക്ക് അവരുടെ പുറകെ നടക്കേണ്ട കാര്യമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഏട്ടത്തി സംസാരിക്കാൻ വേണ്ട. ഈ നിൽക്കുന്ന നയനയുണ്ടല്ലോ, ഇവളുടെ അച്ഛൻ്റെ അമ്മയുടെക്കാളും അത് ഇവരുടെ കുടുംബക്കാരെക്കാളും എന്തുകൊണ്ട് യോഗ്യതയുള്ളവരാണ് എൻ്റെ മരുമകളുടെ വീട്ടുകാർ തന്നെയാണ്, അതുകൊണ്ട് ആ രീതിയിൽ സംസാരിക്കുകയൊന്നും വേണ്ട ഏട്ടത്തി എന്നിങ്ങനെ പറയും. അന്നേരം ദേവേനി പറയുന്നുണ്ട്, നീ ഒന്നും കൂടുതലൊന്നും സംസാരിക്കേണ്ട, എൻ്റെ നയനമോള് എന്താണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അതുപോലെ സ്വത്തിന് വേണ്ടി ഇവിടെ നിൽക്കുന്നത് ആരാണെന്നും ഇങ്ങോട്ട് കയറി വന്നത് ആരാണെന്നും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്നിങ്ങനെ ദേവേനി പറയുമ്പോഴേക്കും അനാമിക ഇങ്ങനെ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അങ്ങനെ അങ്ങോട്ട് പറ, ഞാൻ ആ രീതിയിലാണ് ഇങ്ങോട്ട് വന്നത് എന്ന് പറ, എങ്കിലും എനിക്കൊരു കുഴപ്പമില്ല എന്ന് അനാമിക പറയുമ്പോഴേക്കും ദേവേനി പറയുന്നുണ്ട്, നിനക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ എനിക്ക് തിരുത്താൻ ഒന്നും പറ്റില്ല, ഏതായാലും ഈ രീതിയിൽ കച്ചറ വർത്തമാനം കച്ചറ വർത്തമാനമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരം ഇങ്ങനെ നടക്കുന്നതിനിടയ്ക്ക് ചലച്ചം കൊണ്ട് ഇങ്ങനെ പറ്റുന്ന പോലെ ഇങ്ങനെ ചലച്ചം ദേവേനോട് ചോദിക്കുന്നുണ്ട്, ഏട്ടത്തിയോട് മോളെ മരുമോളെ സ്നേഹിച്ചു തുടങ്ങിയത് ഒരു കരൾ തന്നത് തൊട്ടല്ലേ, അതിനു മുമ്പ് വരെ ഏട്ടത്തി അവരെ കണ്ടിരുന്നത് എങ്ങനെയാണ് കണ്ടിരുന്നത് എന്നും ഇനി ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നേരത്തെ ദേവേനി പറയും, എൻ്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയൊരു തെറ്റാണ്, അന്ന് എനിക്ക് എൻ്റെ മരുമകളുടെ നന്മയെ മനസ്സിലാക്കാൻ സാധിച്ചില്ല, ഇന്ന് നിന്നെ കൊണ്ട് എനിക്ക് അത് സാധിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മാറിയതെന്നൊക്കെ ഇങ്ങനെ ദേവേനി പറയും. അന്നേരം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്ക് ഇത് കേട്ടുകൊണ്ട് മുത്തശ്ശൻ അങ്ങോട്ട് വരും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ ഒരു സംസാരം എന്ന്. എന്നിട്ട് പറയുകയാണ്, പണ്ടൊക്കെ ഈ വീട്ടിൽ പ്രായമായ ഒരു കാർന്നോത്തിയും ഉണ്ട് എന്നിങ്ങനെ കരുതിയെങ്കിലും സംസാരത്തിന് ഇത്തിരി മായമൊക്കെ ഉണ്ടായിരുന്നു, ഈ വീട്ടിൽ എന്തൊക്കെയാണ് ഇങ്ങനെ പുകയുന്നുണ്ട് എന്ന് എനിക്കറിയാമായിരുന്നു, എന്താ കാര്യം എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അന്നേരം ജാനകി പറയുന്നുണ്ട്, ഈ ഏട്ടത്തെയും നയനയും കൂടി എൻ്റെ മരുമകളെ കുറ്റം പറയുവാണ്, അവളെ വെറുതെ വിഷമിപ്പിക്കുവാണ് എന്ന് പറയുക. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ദേവയാനിയുടെ കാര്യം എനിക്കറിയത്തില്ല, നയനമോള് അങ്ങനെ എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കാരണമുണ്ട്, അല്ലാതെ അവൾ അങ്ങനെ പറയില്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ അങ്ങ് പോകുമ്പോഴേക്കും പ്ലിങ് ആയിട്ട് ഇങ്ങനെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ജാനകി കണ്ണ് വീഴ്ച ഇങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കുന്നുണ്ട് കേട്ടോ നയനെ.
പിന്നീട് അബി ഇങ്ങനെ വീട്ടിലോട്ട് വരുന്നതാണ് കാണിക്കുന്നത്. അബിയെ കാണുന്നത് ചലിച്ച് മാറ്റി നിർത്തി പറയുന്നുണ്ട്, എടാ ഇവിടെ പൊരിഞ്ഞ വഴക്കായിരുന്നു. നയനയും ദേവയാനിയും ഒരു സൈഡ്, അപ്പുറത്തെ സൈഡ് അനാമികയും ജാനകിയും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വഴക്കായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അബി ചോദിക്കുന്നുണ്ട്, അമ്മ അതിനകത്ത് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞോ എന്ന്. അന്നേരം ഞാൻ അനാമികയുടെയും ജാനകിയുടെയും കൂടെ നിന്നു, അങ്ങനെയല്ലേ വേണ്ടേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അബി പറയുന്നുണ്ട്, അമ്മ അങ്ങനെയൊന്നും ചെയ്യരുത്, അമ്മ ന്യൂട്രലായിട്ട് അങ്ങനെ നിൽക്കണം, ഒരു സൈഡും പിടിക്കാനായിട്ട് പോകണ്ടേ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. ചലിച്ച് ചോദിക്കും, അതെന്താ നീ ഇങ്ങനെ പറയുന്നത്, ഇതിനു മുമ്പ് നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, നീ ആരെ ഇങ്ങനെ പേടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും അബി പറയുന്നുണ്ട്, ആദർശനെയും നയനയെയും ഒക്കെ നമ്മൾ ഇനി പേടിക്കണം. കാരണം അവർ പറയുന്നത് മുത്തശ്ശൻ കേൾക്കും. ഒരു കാരണവശാലും മുത്തശ്ശൻ അവരെ വെറുക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരു സൈഡും നിൽക്കാതെ അങ്ങ് മാറി നിന്നേക്കണം. അഭിപ്രായമൊന്നും പറയാനായിട്ട് പോകണ്ട. നമ്മൾ ചെയ്യേണ്ടത് അവളുടെ ശത്രുക്കളെ തമ്മിൽ എപ്പോഴും ശത്രുതയിലാക്കി നിർത്താൻ വേണ്ടി എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ നവ്യനെ തിളപ്പിച്ച് നിർത്തിക്കൊള്ളാം, അവളെ മുൻനിർത്തി ഇങ്ങനെ കളിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അബി ഇങ്ങനെ റൂമിലേക്ക് ചെല്ലുന്നു കേട്ടോ. അന്നേരം അവിടെ നവ്യയുണ്ട്. അപ്പോൾ നവ്യയെ കാണുന്നത് അബി പറയാണ്, ഇവിടെ 2 ഗ്രൂപ്പുണ്ട്, അവിടെ 2 നീതിയാണ്, എത്ര പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, നിൻ്റെ അനീതിയായിട്ടാണ് ഇതിലേറ്റവും വലിയ പ്രശ്നം, അവൾ ആദർശേട്ടനൊപ്പം നിൽക്കുമല്ലേ, പിന്നെ എന്ത് ചെയ്യാനാ എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം നവ്യ പറയുന്നുണ്ട്, അല്ലെങ്കിലും എല്ലാവർക്കും നല്ല മാറ്റമുണ്ട്. ഇപ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചായിരുന്നു വിശേഷങ്ങൾ അറിയാൻ വേണ്ടി. അമ്മ നിൻ്റെ കാര്യം ഒന്നും ചോദിച്ചില്ല എന്ന് മാത്രമല്ല, ആദർശേട്ടൻ്റെ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അന്നേരം അബി പറയുന്നുണ്ട്, അത് പിന്നെ അങ്ങനെയല്ലേ വരത്തുള്ളൂ, പൈസയ്ക്ക് മുൻപിൽ അച്ഛനും അമ്മയും ഒന്നുമില്ല, എല്ലാവരും കണ്ണടയ്ക്കും. ആ വീട് അവർക്ക് മേടിച്ചു കൊടുത്തത് ആദർശേട്ടനാണ്, അത് വാടകയ്ക്കാണ് എന്നൊക്കെ ഇങ്ങനെ വെറുതെ പറഞ്ഞതായിരുന്നു. അത് നിൻ്റെ അച്ഛൻ്റെ പേര് രജിസ്റ്റർ ആക്കിയിട്ടുണ്ട്. അങ്ങനെ അവർക്കൊരു വീട് മേടിച്ച് കൊടുത്തവരെ തള്ളി പറയുമോ നിൻ്റെ അച്ഛനും അമ്മയും എന്ന് ചോദിക്കുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, ആ വീട് വിട്ടിറങ്ങാൻ തയ്യാറായി നിന്നവരാണ് എൻ്റെ അച്ഛനും അമ്മയും. അവരെ പറഞ്ഞു തിരുത്തിയത് നവ്യയും അതുപോലെ നയനയും ആദർശേട്ടനും ഒക്കെ തന്നെയാവും എന്ന് പറയും. അന്നേരം അബി പറയുന്നുണ്ട്, ഇപ്പോൾ തന്നെ നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ, നമ്മുടെ കാര്യം നോക്കി നമ്മൾ ജീവിക്കണം, നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് കരുതി നിനക്ക് പറയാനുള്ളത് നീ പറയേണ്ട എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ തന്നെ വലിയമ്മയ്ക്ക് കണ്ടില്ലേ, വലിയമ്മയുടെ സ്വഭാവം അങ്ങ് പെട്ടെന്ന് മാറി, ആദർശിൻ്റെ കള്ളത്തരം പുറത്തായതിൻ്റെ ദേഷ്യമാണ് വലിയമ്മ കാണിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും നവ്യ പറയാണ്, അവർ മര്യാദയ്ക്കിരുന്നാൽ അവർക്ക് കൊള്ളാം, കൂടുതൽ കളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ വായിലിരിക്കുന്നതും അവർ കേൾക്കും, ഞാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുമെന്ന് പറയുമ്പോഴേക്കും അബിക്ക് ടെൻഷൻ. അന്നേരം അബി ഇങ്ങനെ പറയുക, അങ്ങനെയൊന്നും നീ ചെയ്യേണ്ടെന്ന്. അന്നേരം നിനക്ക് എന്താ ഒരു മാറ്റം ഉണ്ടല്ലോ, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നവ്യ, നമ്മുടെ ജീവിതം ഇത്തിരി കഷ്ടപ്പാടിലാണ്, നമുക്കിനിയും കുട്ടികളുണ്ടാവും, ആ കുട്ടികളെയൊക്കെ വളർത്തി വലുതാക്കണ്ടേ, അതിന് നമ്മൾ ഇത്തിരി ഒരുങ്ങി നിന്നേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആദർശേട്ടനും നയനയൊക്കെ തീരുമാനിക്കുന്ന കാര്യങ്ങൾ ഇവിടെ നടക്കുകയുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ആകെ ടെൻഷനാകുകയാണ് കേട്ടോ നവ്യനെ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നയനയുടെ ആദർശയുടെയും കയ്യിലാണ്. നമുക്കൊന്നും അവരെ തെറ്റ് ചെയ്തിട്ട് തെറ്റ് പറയാൻ, അവരെ ശിക്ഷിക്കാമെന്ന് അവരെ തലയിൽ വെച്ച് കൊടുക്കാനോ ഒന്നും പറ്റില്ല. എത്രയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവ ഇങ്ങനെ പയ്യെ ഇങ്ങനെ വാച്ചൂരി ഇങ്ങനെ വെക്കാനായിട്ട് പോകാൻ കേട്ടോ. എന്നിട്ട് കണ്ണാടി വരെ ഇങ്ങനെ നോക്കുന്നുണ്ട്, നവിക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ, ദേഷ്യം വരുന്നുണ്ടോ എന്നൊക്കെ. ഏതായാലും ഇത്തിരി ദേഷ്യത്തിൽ നിൽക്കുന്ന നവ്യനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ.